ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. ആദ്യമായിട്ട് മിഡ്നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിന് എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം മിഡ്നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിൻ്റെ സർവീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മിഡ്നൈറ്റ് സ്റ്റാർസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നോട് ഓരോ പ്രാവശ്യം ഓരോ വിഷയമൊക്കെ സംസാരിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഞാനത് തികച്ചും ഗൗരവത്തിലെടുത്ത് ഒന്ന് പഠിക്കാനും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കാണ് ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നത്. കാരണം ഞാനും ഒരു ആൽക്കഹോളിക്കാണ്, മദ്യാസക്തനാണ്. എൻ്റെ ഇന്നത്തെ വിഷയം ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം എന്നുള്ളതാണ്. മദ്യാസക്തിയുടെ അല്ലെങ്കിൽ മദ്യാസക്ത രോഗമെന്ന സങ്കല്പം. നമുക്കറിയാം, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, 2009 ഓഗസ്റ്റ് 15 ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ മീറ്റിംഗ് റൂമിൽ നിന്നാണ് അതിശക്തമായ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ, നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഷെയറിങ് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, അതിൻ്റെ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അന്നത്തെ അവിടെ ഇരുന്ന പഴമക്കാർ പറഞ്ഞ ഒരു കാര്യം: മദ്യാസക്തി ഒരു രോഗമാണ്. 100 പേര് ഏല് വരുമ്പോൾ ഒരു 20 ആളുകൾ ഈ രോഗത്തിന് അടിമപ്പെടുന്നു. ബാക്കി 80 ആളുകൾ സോഷ്യൽ ഡ്രിങ്കേഴ്സ്, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് കുടിക്കുന്ന അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് വേണ്ടി കുടിക്കുന്ന ആളുകളായി മാറുന്നു. ഗ്രാജുവലി അവരിൽ പലരും പിന്നീട് ഈ 20% എത്തിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അത്ഭുതം തോന്നുന്ന ഒരു മനസ്സോടെയാണ് ആ ഷെയറിംഗ് എല്ലാം കേട്ടിരുന്നത്. കാരണം ഒരു നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവ് ആദ്യത്തെ അറിവായിരുന്നു, അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന അവരെന്തെങ്കിലും എനിക്ക് കൗൺസിൽ ചെയ്യുകയോ കൗൺസിലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് തരികയോ ഒക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാലാണ് അവിടെ ചെല്ലുന്നത്.